ബാക്ക് പോസ്റ്റ് സ്റ്റിച്ചസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഞാനിവിടെ 10 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡബിൾ ക്രോഷയുടെ ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ഫസ്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷയ്ക്ക് 1 2 3 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ 4th ചെയിനിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ യാൺ ഓവർ ചെയ്യാം. നമ്മൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഈ സ്കിപ്പ് ചെയ്ത ഒരു 3 ചെയിനും നമ്മളൊരു ഡബിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ നമ്മൾ പിന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്, നമ്മൾ ഏത് സ്റ്റിച്ചാണോ ചെയ്യുന്നത് അത് ഇപ്പോൾ സിംഗിൾ ക്രോഷേ ആണെങ്കിൽ താഴെ ആദ്യം ഒരു റൗണ്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിലാണ് നമ്മൾ ഈ ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യാറ്. ഇപ്പോൾ ഹാഫ് ഡി സി കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു റൗണ്ട് ഹാഫ് ഡി സി ചെയ്യുക. എന്നിട്ട് മുകളിലത്തെ ഭാഗം സെക്കൻഡ് റൗണ്ട് നമ്മൾ ബാക്ക് പോസ്റ്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ഏത് സ്റ്റിച്ചാണോ നമ്മൾ ചെയ്യുന്നത് ആ സ്റ്റിച്ചിൻ്റെ ഒരു റോ നമ്മൾ ചെയ്യണം. ഇപ്പം നമ്മൾ ഡി സി ആണ് ബാക്ക് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡി സി ആണ് ഒരു റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ഒരു റൗണ്ട് ഫുൾ ചെയ്തു. ഇനി 1 2 3 ചെയിൻ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മളെ വർക്ക് ഇങ്ങനെ ടേൺ ചെയ്യാണ്. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് യാൺ ഓവർ ചെയ്ത് ഈ ഒരു ടോപ്പിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ ഒരു സ്പേസിലാണ് കേട്ടോ, ഈ ഒരു സ്പേസില്ലേ താഴെ റൗണ്ടിൽ ഫസ്റ്റ് റോ കഴിഞ്ഞ് ഈ ഫസ്റ്റ് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ ഈ ഒരു ഡബിൾ ക്രോഷേയുടെ സ്റ്റിച്ച്, ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ താഴോട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ഭാഗം ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ ബാക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. 3 ചെയിൻ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസ് നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ ഡബിൾ ക്രോഷേൻ്റെ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ സെക്കൻഡ് സ്റ്റിച്ച്, ഫസ്റ്റ് റൗണ്ടത്തെ സെക്കൻഡ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ ഇങ്ങനെ മുകളിൽ കൂടെ താഴോട്ടേക്ക് എടുക്കുക കേട്ടോ. അതിന് ശേഷം യാൺ ഓവർ ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ മുകളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 3 സ്റ്റിച്ച് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. 3 ചെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗം മാത്രമേ ഒരു ഇതുള്ളൂ ബാക്ക് പോസ്റ്റിന്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഇങ്ങനെ ഇടാൻ കഴിയൂലല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഗ്യാപ്പ്, ഈ ഫസ്റ്റ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഇങ്ങനെ വെക്കതാ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇതിൻ്റെ ഹുക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ആ ഒരു രീതിക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 3 ചെയിൻസ് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിൽ ഈ ഒരു ഗ്യാപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ താഴോട്ടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ആ സെയിം സ്പേസിൽ കൂടി ഇങ്ങനെ ഹുക്കിനെ മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഫിംഗറിനോട് ഇവിടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ 3 സ്റ്റിച്ച് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ യാൺ ഓവർ ചെയ്യുക, 2 സ്റ്റിച്ചിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത് യാൺ ഓവർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പ് അല്ലേ, ഇനി സെക്കൻഡ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3rd സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഹുക്ക് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ
ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ. വലിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. കണ്ടോ? വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഇങ്ങനെ മുകളിലേക്കൊന്നിങ്ങനെ വലിച്ചു കൊടുക്കണേ. അപ്പോഴേ സ്റ്റിച്ച് കറക്റ്റ് നമുക്ക് ഷേപ്പ് ഇതിൽ കിട്ടുള്ളൂ. പിന്നെ വലിച്ചു കൊടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണത്തിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 എണ്ണത്തിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിൽ നിന്ന് ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് യാൺ ഓവർ ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയതിന് ശേഷം ഈ യാണൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് എടുക്കുക. 3 ലൂപ്പ് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എൻഡ് വരെ ഈ ഒരു സെയിം പാറ്റേൺ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗം മാത്രമേ പ്രശ്നമുള്ളൂ. കണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ച് പോലെ ഇങ്ങനെ നമുക്ക് കിട്ടും. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ലാസ്റ്റ് ചെയിനാണ്. ഈ ലാസ്റ്റ് ചെയിനിലും ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് സ്റ്റിച്ചസ് റെഡിയായി കിട്ടുള്ളൂ. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ കാണും. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.